ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വ്ളോഗൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പം അന്ന് എനിക്കൊന്നൊരു വഴിക്ക് പോകാനുണ്ട്. അത് ഒരു മൗലൂദ് ഉണ്ട് കേട്ടോ. ഞങ്ങളെ വല്യമ്മാൻ്റെ ആണ്ടാണെന്ന്, ഉപ്പാൻ്റെ ഉമ്മ മരിച്ചിട്ടുള്ള ആണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാനുണ്ട്. പെരുമണ്ണയാണ് സ്ഥലം. അപ്പോൾ അപ്പാൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഞങ്ങളെ വല്യമ്മ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് മരിച്ചത്. അപ്പം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 5 മണിക്ക് ഞാൻ അലാറം വെച്ച് എണീറ്റായിരുന്നു. മോൾ എണീക്കുമ്പോഴത്തേന് ഞാൻ വേഗം എണീറ്റ് ഉണർത്താതെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ ചായക്കടയായിട്ട് ഞാൻ ദോശയും അതിക്ക് കടലക്കറി ഇട്ടിട്ടുണ്ടാക്കിയത്, വെള്ളക്കടല. അപ്പോൾ ഇന്ന് ചോറൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് മോൾക്ക് ഞാൻ ദോശയും അതിക്ക് കറിയും കൂടെ കൊടുത്ത് വിടണം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ വേഗം എണീറ്റ് ചോറൊക്കെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉച്ചക്ക് വിക്ക അവിടെ ഉണ്ടാവും. അപ്പോൾ വിക്കാക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ കേട്ടോ. അപ്പോൾ കുട്ടികൾ പിന്നെ 3 ആൾ സ്കൂൾ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ആളെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അവരൊക്കെ സ്കൂൾ പറഞ്ഞയച്ചതിന് ശേഷം എനിക്ക് പോകണമെങ്കിൽ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ മറ്റ് ജോലികളൊക്കെ ചെയ്യണമുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കലും ആ പരിപാടി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തുണിയും പായൊക്കെ തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാഷിംഗ് മെഷീനിലൊക്കെ അതിൻ്റെ ഇടയിൽ പോയി ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ ചോറ് അടുപ്പത്ത് വന്ന് അരിയൊക്കെ തീമിട്ട് അതങ്ങനെ വെന്ത് തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ മോള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയാണ്. അപ്പോൾ ഇനി ഓൾക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ 3 ആൾ 3 ടൈമിന്, ഒരാൾ പിന്നെ രാവിലെ 7:15, ഒരാൾ 7:00 പോകും, ഒരാൾ 8 മണിക്കും പോകും കേട്ടോ. 3 ആൾ രാവിലെ ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ സംഭവങ്ങളും ക്ലീനാക്കലും കാര്യങ്ങളും എല്ലാം ഒരു പോയതിന് ശേഷം കേട്ടോ ഒക്കെ ചെയ്തത്. പിന്നെ ലാസ്റ്റിക്ക് ഞാൻ പാത്രങ്ങളൊക്കെ ലാസ്റ്റേ ഞാൻ കഴുകുള്ളൂ കേട്ടോ. അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, പക്ഷേ ഇഷ്ടമല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വേണ്ട, എല്ലായിടത്തും വേണമല്ലോ കയ്യത്ത് ഒരാളാകുമ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പാത്രങ്ങളും കഴുകി വെച്ചു. പിന്നെ എൻ്റെ കുളിയും മോളുടെ കുളിയും മോളെ കുളിപ്പിക്കലും മാറ്റലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വന്ന് ഇക്കാക്ക് ഞാൻ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇക്ക ഭക്ഷണം കഴിച്ച് കുളിയും കഴിഞ്ഞ് ഇക്ക കിടന്നിക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേന് ഞാൻ കുളിച്ചു. പിന്നെ മോളെയും കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഉപ്പ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ കൂടി വണ്ടിയിട്ട് വരാം, അപ്പം നീ റെഡി ആയി നിന്നുകൊണ്ട് പറഞ്ഞു. നിൻ്റെ വീട്ടിൽ നിന്നുണ്ട് കേട്ടോ അവരൊക്കെ. അപ്പോൾ അവർ ഓട്ടോയ്ക്ക് വരും, ഞാനും എൻ്റെ ഉപ്പയും കൂടി വണ്ടിമേലാട്ടോ പോണത്. അപ്പോൾ ലോറി നിസ്കാരം കഴിഞ്ഞിട്ടാണ് മൗലൂദ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ആ നേരം മുമ്പ് അങ്ങോട്ട് എത്തി. നേരത്തെ പോയാൽ അവരോട്ട് കുറച്ച് സംസാരിച്ചിരിക്കും. നമ്മളെപ്പോഴും പോകണമെന്നല്ല, വലിയ ഉണ്ടായിരുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് പോയിരുന്നിട്ട് അതിൻ്റെ ശേഷം ഇപ്പോൾ പോകലേ ഇല്ല. അപ്പം ചെല്ലാഞ്ഞിട്ട് പരാതി പറയലും ഉണ്ട് കേട്ടോ. അപ്പോൾ മോള് അപ്പോൾ ഇതിനൊക്കെ ഡ്രസ്സും കാര്യങ്ങളും മരുവോളടുത്തൊരു പൗഡറിൻ്റെ ഡബ്ബ കൈ കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൗഡർ ഇട്ട് ടേബിൾ മേലൊക്കെ ഒരുപാട് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് മെയ്ത്തൊക്കെ അത് വാരി തേക്കാണ് കേട്ടോ. വാങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഈ മുടി നന്നാക്കലൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ അത് കൈ വാങ്ങാതെ അവിടെ തന്നെ കൊടുത്തതാണ്. അപ്പം ഞാനെൻ്റെ ചുരിദാറൊക്കെ മാറ്റിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അവളെ മുടിയൊക്കെ വാർന്ന് സെറ്റാക്കി കൊടുത്ത്. അപ്പോഴത്തേന് എൻ്റെ കോഴിക്കൊക്കെ ഭക്ഷണം കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്ത് അവർക്ക് പിന്നെ വിരിഞ്ഞിറങ്ങിയ ഒരാളുണ്ടായിരുന്നു കേട്ടോ, 3 കുട്ടികളായിട്ട്. അപ്പോൾ അത് പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത്. പിന്നെ വേറൊരാൾ അട വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇക്ക് സെറ്റാക്കിയിട്ട് വേണ്ട പോവണമെങ്കിൽ. അപ്പോൾ ഇക്ക ഇവിടെ കിടന്നുറങ്ങും കേട്ടോ. ഇക്ക പിന്നെ ഉച്ചയ്ക്ക് എണീക്കുള്ളൂ, പിന്നെ ഫുഡ് കഴിക്കാൻ, പിന്നെ ആൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒക്കെ വരുള്ളൂ കേട്ടോ. അത് അപ്പം എൻ്റെ റെഡി മാറ്റലും കാര്യങ്ങളൊക്കെ ഇതാ കഴിഞ്ഞു. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി റെഡി ആയിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിനൊന്നുമല്ല പോകും, എന്നാലും കുഴപ്പമില്ലാതെ ലെവലിൽ നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ അത് വേറെ ഭംഗിയല്ലേ. അപ്പം അങ്ങനെ ഇതാ ഞാനൊക്കെ എൻ്റെതൊക്കെ ഇതാ സെറ്റായിട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ മൊബൈൽ പിടിച്ചുകൊണ്ട് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കി ഒന്നിങ്ങനെ സെറ്റായി ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മോളവിടെ ടേബിൾ മേലെ മോളെ ഇരുത്തിയതാണ്. അപ്പോൾ ഓളവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഓളാ പൗഡർ കൊണ്ടുള്ള കളി കേട്ടോ. അങ്ങനെ അപ്പോൾ ഇപ്പം ഓർണടിച്ചിട്ടുണ്ട് മുറ്റത്ത് നിന്നിട്ടോ. അപ്പം ഞങ്ങൾ വേഗം പിന്നെ ഇക്കാനോട് പറഞ്ഞ് ഞാൻ വാതിലടച്ചാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതായി ഇറങ്ങി. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടുന്ന് എല്ലാവരും എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നേരം നോറിസ്കാരം കഴിഞ്ഞിട്ടോ എല്ലാവരും ആണുങ്ങളൊക്കെ എത്തി.
പിന്നെ ഇതാ അവരെ മോൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ, അപ്പൻ്റെ മോൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മൗലൂദും ഭക്ഷണമൊക്കെ ഇതായത് കേട്ടോ. അപ്പോൾ ഇത് വീട് കൂടിയിരുന്ന വീടല്ല കേട്ടോ, പണി നടക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഇപ്പോൾ മൗലൂദും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിയത് കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവരോടൊട്ട് പണ്ടാരിനെ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ആണുങ്ങളെ വെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ പുറത്തൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ടോ. അപ്പോൾ അവർ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ നാത്തുമാർ രണ്ടാൾക്കാരാണിത് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പയുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ടേബിൾ മേലായിരുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പ. അപ്പോൾ ഞങ്ങൾ ഇതാക്കി ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അതിക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അതിക്ക് നല്ലൊരു സാലഡ് ഇട്ടാ, ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡും പിന്നെ ഒരു ചെള്ളി മാങ്ങയും കൂടി അച്ചാറിട്ടതുമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു. പക്ഷേ എൻ്റെ മോള് ഇതിക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓളപ്പോഴത്തേനും ഉറങ്ങിയിരുന്നു. അപ്പോൾ അവളൊക്കെ എടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ഇതാട്ടോ എൻ്റെ ചെറിയ ആങ്ങളുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ നാത്തൂന്. അപ്പോൾ പിന്നെ ഇവളെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ ഈ വരുന്ന 10-ാം തീയതി കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ വക ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എന്ത് ചെയ്ത് വേഗം സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എളാപ്പ കുറച്ച് ചോറ് തന്നിരുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ വന്നിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ എടുത്തിരുന്നു. അങ്ങനെ മോളെ ഉറക്കത്തിൽ നിന്ന് അതേപോലെ തോളിലിട്ടുകൊണ്ട് പോകുന്നതായിരുന്നു. പക്ഷെ വണ്ടിയിൽ നിന്ന് ഓളും എണീറ്റ് ഇങ്ങനെ കൊട്ടായി ആവിയൊക്കെ ഇടണ ആ ഒരു രംഗമാണ് അത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാൻ വഴിയിൽ ഇറങ്ങുകയും ചെയ്ത് ഇവരൊക്കെ കൂടി ഞങ്ങളെ വീട്ടിലേക്ക് ഓമച്ചപ്പോയൊക്കെ കൊണ്ടുപോയി വിട്ടുകയും ചെയ്തിട്ട്. അപ്പം ടാറ്റ, ഇത്ര ഉള്ളൂ കേട്ടോ ഇന്ന്. അസ്സലാമു അലൈക്കും.